റാഹി അനിൽ ബാർവ എന്നുള്ള പേര് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായ തിയേറ്ററിൽ കയറാം. കാരണം തുമ്പാട് എന്ന് പറയുന്ന സിനിമ, തുമ്പാട് തിയേറ്ററിൽ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ആ തിയേറ്റർ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടാവും. ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് നൽകിയ ഒരു സംവിധായകനാണ്. ആ സംവിധായകൻ്റെ രണ്ടാമത്തെ സിനിമയാണ് മായസഭ. മായസഭ എന്ന് പറയുന്നത് മഹാഭാരതത്തിലൊക്കെ പറയുന്ന പോലെ ഒരു ഹോൾ ഓഫ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഇതിനകത്തൊരു മുംബൈയിലുള്ള ഒരു പഴയ ഒരു തിയേറ്റർ, ഒരു എ ക്ലാസ് തിയേറ്റർ. ആ തിയേറ്ററിൻ്റെ അകത്താണ് ഈ സിനിമ നടക്കുന്നത്. അതിനകത്ത് ജീവിക്കുന്ന ഒരാളാണ് മെയിൻ ക്യാരക്ടർ. ജാവേദ് ജാഫ്രിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു മകനുണ്ട്. ഇവർ രണ്ടുപേരും മാത്രമാണ് ഈ തിയേറ്ററിൽ. അവർക്ക് പുറം ലോകമായിട്ട് കാര്യമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ മകൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകുന്നു എന്നല്ലാതെ ജാവേദ് ജാഫ്രിയുടെ ക്യാരക്ടർ, അയാളുടെ ആ ഒരു അപ്പിയറൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അയാൾ പുറം ലോകത്തേക്ക് പോയിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ ഇയാൾ പഴയ വലിയൊരു പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ ഇയാൾ ഒരു 40 കിലോ സ്വർണം ഈ തിയേറ്ററിൽ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് ഒരു ഗോസിപ്പുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ മകനും അറിയാം. മകൻ പുറത്തു പോകുന്ന ഘട്ടത്തിൽ രണ്ടുപേരെ പരിചയപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവരോട് പറയാണ്. അപ്പോൾ ഈ രണ്ട് പേര് അതിനെ ലിറ്ററലി ഗോൾഡ് ഡിഗേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഗോൾഡ് ഡിഗേഴ്സ് ആയിട്ടുള്ള രണ്ട് പേര് ഈ തിയേറ്ററിലേക്ക് വരുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. സിമ്പിൾ ത്രെഡാണ്. അതായത് ഈ സംവിധായകൻ്റെ തുമ്പാട് പോലെ തന്നെ മനുഷ്യൻ്റെ അത്യാഗ്രഹം ബേസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന സ്വർണത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലും പറയുന്നത്. ഈ സിനിമ 1 മണിക്കൂർ 40 മിനിറ്റ് അങ്ങനെ വളരെ ചുരുങ്ങിയ ടൈമേ ഉള്ളൂ മായസഭ. നമ്മൾ ഒരുപാടൊന്നും ഈ സിനിമ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഇത് ടെക്നിക്കലി ഇപ്പോൾ ഈ തുമ്പാട് എന്ന് പറയുന്ന അസ്തർ ആ ഒരു ഇതിനകത്തേക്ക് കയറുന്നതിന് മുമ്പുള്ള ഈ മഴയൊക്കെ പെയ്യുന്ന, നിങ്ങൾക്ക് ആ ഷോട്ട് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, തിയേറ്ററിൽ ഗംഭീര ഷോട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ മായസഭ എന്ന് എഴുതിയിരിക്കുന്ന ഒരു തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറുന്ന ഷോട്ടിലാണ് പടം തുടങ്ങുന്നത്. ഈ സിനിമയിലെ ലൈറ്റ്സിൻ്റെ യൂസേജ്, ഇപ്പോൾ ലൈറ്റ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഞാൻ തന്നെ ഈ ഒരു ലൈറ്റ് വെക്കുമ്പോൾ ഈ പടത്തിൽ, അതായത് മായസഭ എന്ന് പറയുന്ന സിനിമയിൽ അവർ ലൈറ്റ് യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ ഈ എന്നുള്ളൊരു തോന്നലാണ്. കാരണം ലൈറ്റ് ഇത്രയും ഭംഗിയായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഈ ഒരു ആംഗിളിലൊക്കെ എടുക്കാമല്ലേ എന്നൊക്കെ നമുക്ക് അങ്ങനെ തോന്നിക്കുന്ന കുറേ വാവ് ഷോട്ട്സ് ഈ പടത്തിലുണ്ട്. അതായത് ഭയങ്കര രസമായിട്ടാണ് ഇവർ ഈ പടത്തിൻ്റെ തീം എന്ന് പറയുന്നത് അതായത് മെയിൻ ക്യാരക്ടർ ജാവേദ് ജാഫ്രിയുടെ സീക്രട്ട്, അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നീട് ഈ നിധി എവിടെ, അതായത് ഈ സ്വർണം എവിടെ എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളാണ്, ഈ നിഗൂഢമായിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ള ലൈറ്റിങ് ആയ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ ഭാഗ്യത്തിന് ഫോർമോൾ എന്ന് പറയുന്നത് 2K ലേസറാണ്. 2K ലേസറിൽ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റിയത് കൊണ്ട് കൊള്ളായിരുന്നു. കാരണം ഈ സിനിമ നിങ്ങൾ നോർമൽ സാധാരണ എന്തെങ്കിലും ഭയങ്കര ഡള്ളെന്നല്ല പറയേണ്ടത്, ആ സിനിമയുടെ ഒരു നരേഷൻ ആ സ്റ്റൈലിലാണ്. അതായത് ഭയങ്കര ഇരുട്ട് കുത്തിയിട്ടുള്ള ഒരു സ്ഥലം. അതിനകത്ത് ഈ ലൈറ്റ്സ് അവർ യൂസ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടി, ആ ഒരു ലൈറ്റാണ് ആ സ്ക്രീനിൽ നമ്മൾ കൊള്ളൂ. അപ്പോൾ അതിൽ നിന്നിട്ടാണ് കഥ പറയുന്നത്. ഈ സിനിമയുടെ മെയിൻ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നിഗൂഢതകളാണ് ഇയാളുടെ ഉള്ളിലുള്ള ഇയാൾ ആരാണ് എന്നുള്ളൊരു ആ ഒരു സീക്രട്ട്, പിന്നെ ഈ നിധി എവിടെയാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇതിനാണ് ഈ സിനിമ ഉത്തരം നൽകേണ്ടത്. അതിൽ ഗംഭീര പെർഫോമൻസ് ആണ്. 4 പേരേ ഉള്ളൂ അതിൽ. ജാവേദ് ജാഫ്രിയുടെ ക്യാരക്ടർ വർഷങ്ങളായിട്ട് വലിയ ആളോടൊന്നും ഇൻട്രാക്ഷൻസ് ഒന്നുമില്ല, ഒരു മകൻ മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് 2 പേര് വരുന്നു. അപ്പോൾ ഈ 2 പേര് വരുമ്പോൾ തന്നെ അതിനകത്തൊരു സീനത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ കഥാപാത്രമുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരിയുടെയാണ് ട്രിഗർ പോയിന്റ്സ്. അതായത് പുള്ളിക്കാരി ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ, അതിലൂടെയാണ് നമ്മൾ ഈ ക്യാരക്ടറെ നമുക്ക് എക്സ്പോസിഷൻ കാണിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത് ജാവേദ് ജാഫ്രിയുടെ ക്യാരക്ടർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗംഭീരമായിട്ടാണ് ഈ പടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ സീനത്തായിട്ട് അഭിനയിച്ചിരിക്കുന്നത് വീണ ജംകാറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ എന്താണ്, ഈ ക്യാരക്ടറിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ നമുക്ക് ആദ്യമേ മനസ്സിലാവും. പക്ഷെ ലയർഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ്. ഈ ക്യാരക്ടർ പറയുന്ന ഓരോ ഡയലോഗ്സ് അതായത് ഈ ഒരു ദിവസം നടക്കുന്ന കഥയാണ്. ഒരു ദിവസം മുഴുവനും എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു രാത്രിയോ അങ്ങനെ എന്തെങ്കിലും പറയാം. ആ രാത്രിയിൽ ഇതുവരെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത, ജസ്റ്റ് ഒന്ന് കേട്ട് മാത്രമുള്ള ഒരാളുടെ ലൈഫിലേക്ക് വന്ന് അയാളുടെ ലൈഫിലുള്ള മുഴുവൻ കാര്യങ്ങളൊക്കെ അത് ഈ ഒരു ക്യാരക്ടറിലൂടെ റിവീൽ ആവുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ആ ആക്ടിങ് സൈഡിലൂടെ നമുക്കത് എഫക്റ്റീവായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാമെന്ന് പറയുന്നത് അതൊക്കെ ഇത്തിരി ടഫാണ്. ഇതൊക്കെ പുള്ളിക്കാരി സിമ്പിളായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ക്രെഡിറ്റ് ഓഫ് കോഴ്സ് ഇതിൻ്റെ ഡയറക്ടർക്കാണ് വേണ്ടത്. ആ രീതിയിലാണ് പടം എഴുതിയിരിക്കുന്നതൊക്കെ. പിന്നെ ഈ പടത്തിൻ്റെ നെഗറ്റീവ് സൈഡ് പറയാനാണെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നിധി എവിടെയാണെന്നുള്ളത്. അത് വലിയൊരു സംഭവമൊന്നുമല്ല. നമുക്കത് കുറച്ച് കഴിയുമ്പോൾ തന്നെ, നമ്മൾ ഒരുപാട് സിനിമകളൊക്കെ കാണുന്നതിൻ്റെ ആണെന്ന് അറിയില്ല, കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കത് ഈസിലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്താണ് സംഭവം എന്നുള്ളത്. പക്ഷേ ഈ ക്യാരക്ടർ ജാവേദ് ജാഫ്രി അവതരിപ്പിച്ചിരുന്ന ക്യാരക്ടർ അയാളുടെ ആയിട്ടുള്ള കുറച്ച് മിസ്റ്ററീസ് ഉണ്ട്. ആ മിസ്റ്ററീസ് ഇതിനകത്ത് പതുക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന ആ ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ കൊള്ളാം. പിന്നെ ഇത് തുമ്പാട് എന്ന് പറയുന്ന സിനിമ കണ്ട് നമ്മൾ ആ ലെവലിൽ എന്തെങ്കിലുമൊക്കെ ഇതിൽ എക്സ്പെക്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിരാശപ്പെടേണ്ടി വരും. പക്ഷേ ഈ സിനിമ, ഈ മായാസഭ എന്ന് പറയുന്ന 1 മണിക്കൂർ 40 മിനിറ്റുള്ള ഈ പടം ഇവർ ഉദ്ദേശിച്ചിരിക്കുന്ന സംഭവം 4 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട്,
അതിൻ്റെ അടുത്തുള്ള ഗോൾഡ്, ഗ്രീഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വന്ന് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ക്യാരക്ടർ എക്സ്പോസിഷൻ ഒക്കെ നൽകി ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എബോ ആവറേജ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് തിയേറ്ററിൽ കാണുന്നതാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം കുറേ ഡ്രാമ പോർഷൻസ് ഉണ്ട്. ചില സീനുകളെല്ലാം സൈലൻസ് ആണ്. ഈ സൈലൻസിന് തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ കുറേയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു തുമ്പാട് ലെവലിലേക്ക് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ തുമ്പാട് വേറെ, മായസഭ വേറെ. അപ്പോൾ ഈ ഹോൾ ഓഫ് ഇല്യൂഷൻ എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന ഈ ഒരു അടഞ്ഞുകിടക്കുന്ന വർഷങ്ങളായിട്ട് അടഞ്ഞെടുക്കുന്ന തിയേറ്റേഴ്സ്, അത് വരുന്ന മെറ്റഫോർ, അതിനിടയിലെ ഹ്യൂമൻ ഇമോഷൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള എബോ ആവറേജ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് മായസഭ എന്ന് പറയുന്ന ഈ സിനിമ നൽകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് റാഹി അനിൽ ബാർവെ, ഐ എം എ ഫാൻ. കാരണം തുമ്പാട് പുള്ളി ക്രിയേറ്റ് ചെയ്തിട്ട് പുള്ളിയുടെ നെക്സ്റ്റ് വർക്ക് എങ്ങനെയാവും എന്നുള്ളത്, തുമ്പാടിൻ്റെതായിട്ടുള്ള ഈ ഗോൾഡ്, ഗ്രീഡ് എന്നുള്ളൊരു സംഭവം അല്ലാതെ ബാക്കി എൻറ്റയർലി വേറൊരു കാര്യങ്ങളിൽ പിടിച്ച് അത്യാവശ്യം രസമാണ് പുള്ളിയുടെ പടം തിയേറ്ററിൽ ഇങ്ങനെ കാണാനായിട്ട്. ടെക്നിക്കലി പുള്ളിയുടെ ആ ഒരു തോട്ട്സ്, ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ഒരു വിഷൻ എന്നൊക്കെ പറയുന്നത്, അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പുള്ളിയുടെ പടം തിയേറ്ററിൽ മാത്രമേ കാണാൻ പാടുള്ളൂ. കാരണം തിയേറ്ററിൽ കാണുന്നത് വേറെ എക്സ്പീരിയൻസ് ആണ്. നമ്മളിത് വേറെ എവിടെയും കണ്ടിട്ട് കാര്യമില്ല. നമ്മുടെ ശ്രദ്ധ, ഫോക്കസ് ഫുള്ള് ആ സ്ക്രീനിലായിരിക്കണം. ആ രീതിയിൽ കാണുമ്പോൾ ഈ പുള്ളിയുടെ പടം കാണാൻ രസമാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ അടുത്ത പടം, ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ പടം വന്നത്, അടുത്ത പടത്തിന് വേണ്ടി ഇപ്പോഴേ വെയിറ്റിംഗ് എന്ന് പറയാം.